നഗരസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട 26 കൗൺസിലർമാരെ ആദരിച്ചു. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹം ജനപ്രതിനിധികളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടുള്ള കടമയും ഉത്തരവാദിത്വവും വർദ്ധിക്കുമെന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞു. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കൌൺസിലിലെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട 26 കൌൺസിലർമാരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 92 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ബഥേൽ ആശ്രമമാണ് വാർഷികത്തോടനുബന്ധിച്ച് ചടങ്ങ് സംഘടിപ്പിച്ചത്. സാമൂഹ്യമായും സാമ്പത്തികമായും അശരണരായ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും വിവിധങ്ങളായ മറ്റനേകം ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വൃദ്ധരായ സ്ത്രീകളുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ബഥേൽ ആശ്രമം. റവറന്റ് ഡോക്ടർ ദാനിയൽ ഐരൂർ, പ്രസിഡന്റ് സിസ്റ്റർ ലീല M. വർഗീസ്, സെക്രട്ടറി സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ കമ്മിറ്റഡ് ആവേണം. നിങ്ങൾ ഓരോരുത്തരും ഒരു വിശ്വാസം അർപ്പിക്കണം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് സ്വീകരണമോ അംഗീകാരം തരുമ്പോൾ കൂടുതൽ ജനങ്ങളോട് കമ്മിറ്റഡായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ടാണ് ഇങ്ങനത്തെ സ്വീകരണത്തെ ജനപ്രതിനിധിയായി ഞങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ആയിരിക്കണം. ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താൽ അവൻ പിന്നെ രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം പ്രവർത്തിക്കാൻ ആ ജനപ്രതിനിധിക്ക് സാധിക്കും. വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് റോഡ്, തോട്, പാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള വികസനങ്ങൾ ഒരു യാഥാർത്ഥ്യം തന്നെ. ആ വികസനം പൂർത്തീകരണമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സാധാരണക്കാരായ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് ഒരു ജനപ്രതിനിധി ഏറ്റവും വലിയ. അത് വികസനത്തിന്റെ പൂർത്തീകരണം അവിടെയാണ്.